ബിഗ് ബോസിൽ നാളെയും നാളത്തെയുമായിട്ട് വീക്കെൻഡ് എപ്പിസോഡുകളാണ് നടക്കുന്നത്. ലാലേട്ടൻ വരുന്ന സമയത്ത് നാളെയും നാളത്തെയുമായിട്ട് ഒരു ഡബിൾ എവിക്ഷൻ ഉറപ്പായും തന്നെ ഉണ്ടാകും. കാരണം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നിലവിലുള്ളത് 8 പേരാണ്. ഒരു ഫിനാലെ വീക്കിൽ ഒരു ടോപ്പ് 5ലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച ഡബിൾ എവിക്ഷൻ വെക്കുകയും വേണം. അതുപോലെ തന്നെ ഫൈനൽ വീക്കിൽ ഒരു മിഡ് വീക്ക് എവിക്ഷനും വെക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഫിനാലെ വേദിയിൽ ഒരു ടോപ്പ് 5നെ നിർത്താൻ സാധിക്കത്തുള്ളൂ. കാരണം 8ൽ നിന്ന് 3 പേര് ഔട്ടായാലല്ലേ ടോപ്പ് 5 എത്തിക്കത്തുള്ളൂ. അതോ ഇനി ഫിനാലെ വേദിയിൽ ടോപ്പ് 6 എത്തിക്കണമെങ്കിൽ പോലും ഈ ഒരാഴ്ച ഒരു ഡബിൾ എവിക്ഷൻ അനിവാര്യമാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ഡബിൾ എവിക്ഷൻ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ സീക്രട്ട് റൂം ടാസ്ക് വഴി നോറ തിരിച്ചു കയറുകയായിരുന്നു. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഈ ഒരാഴ്ച ഡബിൾ എവിക്ഷൻ ആണോ അതെയോ സിംഗിൾ എവിക്ഷൻ ആണോ നടക്കുന്നതെന്ന്. അഥവാ ഈ ഒരു ട്രിപ്പിൾ എവിക്ഷൻ നടന്നാലും വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഒരു ട്രിപ്പിൾ എവിക്ഷൻ നടക്കാനുള്ള സാധ്യതയും ഉണ്ട്. നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. ഇനി ഒരു പക്ഷേ ട്രിപ്പിൾ എവിക്ഷൻ നടത്തിയാലും 3 പേരെയും വീട്ടിലേക്ക് പറഞ്ഞു വിടണമെന്നില്ല. കാരണം അടുത്ത ഒരാഴ്ച തിരികെ പോയ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എവിക്ഷൻ നടത്തിയ ശേഷം അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ തുടരായിരിക്കാം. പക്ഷേ ഒഫീഷ്യലി ഗെയിമിൽ നിന്ന് അവർ എവിക്റ്റ് ആയ പോലെ ആയിരിക്കും ബിഗ് ബോസ് വീട്ടിൽ ഒരു ഗസ്റ്റ് എന്ന രീതിയിൽ അവർക്ക് അവിടെ തുടരാൻ സാധിക്കുമായിരിക്കും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഒരു ഡബിൾ എവിക്ഷൻ നടത്തുമോ, സിംഗിൾ എവിക്ഷൻ നടക്കുമോ, ട്രിപ്പിൾ എവിക്ഷൻ നടക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം. ഏതായാലും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ആരൊക്കെ പുറത്തു പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന്